Balti, writer, director Unni Shivalingam, additional screenplay ഉണ്ണിയുടെ കൂടെ ടി.ഡി. രാമകൃഷ്ണൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിംഗ് ഷൈൻ നിഗം, ശാന്തനു ഭാഗ്യരാജ്, ശിവ ഹരിഹരൻ, പിന്നെ ഒരു പുള്ളിയും കൂടെ ഉണ്ട്, പേരെനിക്ക് കിട്ടിയിട്ടില്ല, സെൽവരാഘവൻ, അൽഫോൺസ് പുത്രൻ, പ്രീതി, പൂർണിമ ഇന്ദ്രജിത്ത്, ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു ബോർഡർ, തമിഴ്നാട് ബോർഡർ, കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ആക്ച്വലി ബൾട്ടി വന്നിട്ടുള്ളത്. ഷൈൻ നിഗം ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഇത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫിലിമാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് തന്നെയാണ് ആക്ച്വലി ബൾട്ടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഉണ്ണി ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ പടത്തിൻ്റെ ഒരു സ്റ്റാർട്ട് മുതൽ തന്നെ എന്ന് വെച്ചാൽ ഈ സിനിമ ഒരു പക്ക എൻ്റർടൈനർ ആണ്, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പരിപാടിയാണ് ഞാനിതിൽ പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനീഷ്യലി തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് 1-2 സീനിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നമ്മളെടുക്കുക ഇതിങ്ങനത്തെ ഒരു സിനിമയാണെന്നുള്ളത്. അതിന് ഈക്വലൻ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ സായ് അഭ്യങ്കർ, അത് പുള്ളിയുടെ ആദ്യത്തെ മലയാളം സിനിമയാണ്. നമ്മുടെ വളർന്നു വരുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന സായ് അഭ്യങ്കർ വന്നിട്ടാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആദ്യം മുതൽ തന്നെ ആ ഒരു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു എക്സ്ട്രീം പരിപാടിയും പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഞാൻ ഭയങ്കര കിട്ടലും ഫൈറ്റാണ് കാണിക്കാൻ പോകുന്നതൊക്കെയുള്ള രീതിയിലുള്ളൊരു നമ്മൾ ബെഞ്ച് മാർക്ക് ആക്ച്വലി ഈ സിനിമ ഇനീഷ്യൽ 1-2 സീനിൽ തന്നെ വെക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ആയിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ബൾട്ടി എന്ന് പറയുന്നത്. ഷൈൻ നിഗത്തിൻ്റെ കൂടെ തന്നെ ശാന്തനു ഒരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ഒരു ബോർഡർ ഗ്രാമം, അതുകൊണ്ട് തന്നെ കുറച്ച് മലയാളികളും കുറച്ച് തമിഴും ഉള്ള ആൾക്കാരുണ്ട്, പകുതി മലയാളം പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് പാട്ട് ഇറങ്ങിയപ്പോൾ, ജാലക്കാരി എന്ന് പറയുന്ന പാട്ട് ഇറങ്ങിയപ്പോൾ അഭ്യങ്കർ സായി പാടിയതിൻ്റെ അകത്ത് എനിക്കൊരു ചെറിയൊരു എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പാടുന്നതെന്നുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ ഓക്കെ, അത് ഒരു ബോർഡർ നടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പാടിയിട്ടുണ്ടാവുമായിരിക്കും, കാരണം ആ പാട്ടിൻ്റെ അകത്തുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് വന്നിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ മലയാളം അത് ബെറ്റർ ആയിട്ട് മലയാളത്തിൽ തന്നെ പാടുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് പേഴ്സണലി ഈ തമിഴ് സിംഗേഴ്സിനോട് മ്യൂസിക് ഡയറക്ടേഴ്സിനോട് പറയാറുള്ളത്. പണ്ടേ ഉള്ളൊരു പ്രശ്നമാണത്. സോ പറഞ്ഞു വന്നത് ആക്ച്വലി ശാന്തനു ഭാഗ്യരാജ്, ഇവരൊക്കെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, കുറച്ചൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കബഡി പരിപാടി, പിന്നെ അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ വില്ലൻ ക്യാരക്ടറായിട്ടുള്ള സെൽവരാഘവനും അതുപോലെ തന്നെ നമ്മുടെ അൽഫോൺസ് പുത്രനൊക്കെ കുറച്ചുള്ള കമ്പാരിറ്റീവ്ലി ലെസർ സ്ക്രീൻസ്, പക്ഷേ ഉള്ള സമയം പുള്ളി അത് വൃത്തിയായിട്ട് പുള്ളിയുടെ ഒരു എന്താ പറയുക എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഉള്ള പരിപാടിയായിട്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മേജർ ആയിട്ടുള്ള ക്യാരക്ടർ പൂർണിമ ഇന്ദ്രജിത്താണ്. പൂർണിമ ഇന്ദ്രജിത്ത് പക്ക ക്യാരക്ടറാണ്, ജീമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതായത് പലിശയും അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ആ ബോർഡറിൽ ഉണ്ടാവുന്ന പലിശ കൊടുപ്പും അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പലിശയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ ബോർഡറിൽ വന്നിട്ട് ആരെക്കാട്ടും വലിയ ആളാണ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ തന്നെ പോകുന്ന ഒരു സിനിമയാണ്. ആക്ഷൻ സീക്വൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് ആക്ച്വലി. ഇതിനകത്ത് ആക്ഷൻ കംപ്ലീറ്റ്ലി റിയൽ ആയിട്ട് ചെയ്തിട്ടുള്ള ആക്ഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ലൈവായിട്ടുണ്ട്. ആക്ഷൻസ് ഒക്കെ വന്നിട്ട് ഭയങ്കര കിടലായിട്ട് ഷൈൻ നിഗവും അതുപോലെ തന്നെ 4 പേരും ശാന്തനുവും അതുപോലെ തന്നെ കൂടെയുള്ള 2 പേരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വന്നിട്ട് ആ എലിവേഷൻ മൊമെന്റ്സ് ഒക്കെ വളരെ കിടലായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഈ സിനിമേൻ്റെ അത് വന്നിട്ടെന്ന് വെച്ചാൽ കുറച്ച് ഓവർഡു ആണ് എല്ലാ കാര്യങ്ങളും, കുറച്ച് ഓവർഡു പരിപാടി ഇതിനകത്ത് ഉണ്ട് ഇനീഷ്യലി മുതൽ തന്നെ. അതായത് ഫസ്റ്റ് ഹാഫ് ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ്ലി കുറച്ച് ഓവർഡു ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈവൻ സായ് അഭ്യങ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരേണ്ട ഈ കൊടുത്ത പൈസനെക്കാട്ടും കൂടുതൽ മ്യൂസിക് ഇടുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു പെർസ്പെക്റ്റീവ് ആ ഒരു ഇനീഷ്യൽ പരിപാടിയിലും സായ് അഭ്യങ്കർ ആക്ച്വലി പറയുകയാണെങ്കിൽ പടത്തിൽ ഉടനീളം വന്നിട്ട് കുറച്ച് കൊടുത്തതിനെക്കാട്ടും കൂടുതൽ വർക്ക് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ പറഞ്ഞില്ല, ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ സീനുകളൊക്കെ നന്നായിട്ട് എലിവേറ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി സന്തോഷ് എസ്.പിയും അതുപോലെ തന്നെ വിക്കിയാണ്. ഗംഭീരമായിട്ടുള്ള സ്റ്റണ്ട് സീക്വൻസുകളാണ് സിനിമേൻ്റെ അകത്തുള്ളത്. ഇൻ്റർവെല്ലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തും ഒരുപാട് ഫൈറ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം വന്നിട്ട് ഭയങ്കര ലൈവായിട്ടും ആ കബഡിയോട് സിങ്ക് ചെയ്തിട്ടുള്ള പരിപാടി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആൾക്കാരോട് സെറ്റ് ചെയ്യാന്ന് പറയുന്നത്, അത് വന്നിട്ട് ഓരോരുത്തരുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ കബഡിയിൽ ഓരോ മൂവ്മെന്റ്സ് ആയിട്ട് കാണിക്കുന്നത്, അത് വളരെ നന്നായിട്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആക്ച്വലി ഫീൽ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് ഗോകുൽ ഗോപിനാഥ് വളരെ നന്നായിട്ട് ഭയങ്കര രസമുള്ള കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്. അതായത് സ്ക്രീനിൽ വന്നിട്ട് ഭയങ്കര റിച്ച് ആയിട്ട് തോന്നിപ്പിക്കുന്ന പല പരിപാടികളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് ശിവകുമാർ വി പണിക്കറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വന്നിട്ട് കുറച്ചൊന്ന്
കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് കട്ട് ഡൗൺ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണം. പക്ഷേ ഓക്കെയാണ്. സിനിമാറ്റോഗ്രാഫർ അലക്സ് ജെ പുള്ളിക്കൽ നന്നായിട്ട് നല്ല രസമുള്ള ഒരു റിഗ് പരിപാടിയും പിന്നെ ഫൈറ്റ് സീക്വൻസിനൊക്കെ സമയത്ത് ഒരു പെർട്ടിക്കുലർ ഫൈറ്റ് സീക്വൻസിനകത്ത് വെച്ചാൽ ഒരു ചെറിയ കൺജസ്റ്റഡ് ഏരിയനകത്ത് ഒരു 10 സെക്കൻഡ് ഒരു വൺ ഷോട്ട് വരുന്നത്. ഭയങ്കര സ്പീഡാണ് ഈ ഫൈറ്റ്. കാരണം ആ യങ്ങിൻ്റെ അഡ്രിനാലിൻ റഷ് തരുന്ന ഫൈറ്റ് സീക്വൻസ് ആണ് എല്ലാം. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു ക്യാമറ പരിപാടി ഇതിനകത്ത് അലക്സ് പിടിച്ചിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആഷിഖസ് ഒരു തമിഴ്നാട് കേരള ബോർഡർ വളരെ നന്നായിട്ട് സെറ്റ് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്തു. ഇതിൻ്റെ ഹീറോയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രീതി പുള്ളിക്കാർക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. 1-2 സീൻ ഉണ്ട് എന്നല്ലാതെ ആ പാട്ട് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. എല്ലാ പാട്ടുകളും അതിൻ്റെ കംപ്ലീറ്റ്ലി പാട്ടുകൾ പെർസ്പെക്റ്റീവ് വന്ന് സായി എപ്പോഴും ഓവർ റേറ്റഡ് ആണോ എന്നൊക്കെയുള്ള ഫീൽ പലപ്പോഴും ഈ ഇടയിൽ ഇങ്ങനെ സംസാരമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പാട്ടൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എല്ലാ പാട്ടുകളും വളരെ നന്നായിട്ട് വേറെ തന്നെ ഒരു ലൈൻ ഓഫ് മ്യൂസിക് ആക്ച്വലി സായിക്കുള്ള പോലെ തോന്നിയിട്ടുണ്ട്. സോ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷൈൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഭയങ്കരം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വയലൻസ്, ഐ മീൻ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ സുബ്രഹ്മണ്യപുരം സ്റ്റൈൽ പരിപാടിയിലേക്ക് വന്നിട്ട് ആക്ച്വലി സെക്കൻഡ് ഹാഫ് വന്നിട്ട് കൊമേഴ്ഷ്യലായിട്ടാണ് സിനിമ അവസാനിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സെക്കൻഡ് ഹാഫിലോട്ടുള്ള ക്ലൈമാക്സിലോട്ടുള്ള ഫൈറ്റുകളൊക്കെ എക്സ്ട്രീം ഇതായിട്ട്, പക്ഷെ അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇങ്ങനെ കൊല്ലുന്നതിനും കൊത്തുന്നതിനും എന്നൊരു പരിധിയില്ല എന്നുണ്ടെങ്കിൽ കൂടി നല്ല സ്പീഡ് ആ മൂവിക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് ആ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഫയർ ഉണ്ടല്ലോ, അതും ഈ സിനിമേൻ്റെ അകത്ത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ആകുന്നതിൽ ബൾട്ടി എനിക്ക് നല്ലൊരു ആവറേജിൻ്റെ മുകളിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഓക്കെയാണ്. ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, സുബ്രഹ്മണ്യപുരം കൈൻഡ് ഓഫ് ആ തമിഴിൽ ആ സമയത്ത് കുറേ അങ്ങനത്തെ പടം ഇറങ്ങിയാണ്. ഒരു ഗ്രാമത്തെ സബ്ജക്റ്റ്, ഒരു ചെറിയ രീതിയിൽ വന്നിട്ട് ഒരു കോളനി അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു സെഗ്മെന്റിൽ വന്നിട്ടുള്ള എന്നാൽ കുറച്ചും കൂടി ഹൈലി കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് ആക്ച്വലി ബൾട്ടി എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. സായി അബൻകറിന്റെ മലയാളത്തിലേക്കുള്ള കാലെടുത്ത് വെപ്പ് കുഴപ്പമില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് പുള്ളി എന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വരട്ടെ മലയാളത്തിലേക്ക്. കാരണം അനിരുദ്ധൊന്നും മലയാളത്തിലേക്ക് വന്ന് നമുക്ക് ഇത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സായി ഒരു സിനിമ മാത്രം ചെയ്തിട്ട് പോകാതിരിക്കട്ടെ, ഏറമനൊക്കെ പോയ പോലെ. പിന്നെ ഏറമൻ പിന്നെ കുറെ കഴിഞ്ഞ് നമ്മുടെ മലയാളം കുഞ്ഞിനാണല്ലോ വന്നത്. അപ്പോൾ അങ്ങനത്തിൽ ബൾട്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൾട്ടി ഒരു തവണ കാണാൻ പറ്റുന്ന നല്ല ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് ബൾട്ടി ഇൻ യുവർ തിയേറ്റേഴ്സ്. ബൈ.